അച്ഛ പ്രിയങ്ക മിക്കവാറും ഇപ്പൊ വരും. എന്താ അച്ഛന്റെ തീരുമാനം? പ്രിയങ്ക ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്ന കാര്യത്തില് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എനിക്ക് അറിഞ്ഞേ പറ്റൂ. കോടതി കുറ്റക്കാരി അല്ലെന്ന് പറഞ്ഞല്ലേ പ്രിയങ്കയെ വിട്ടത്. പിന്നെ നമ്മളെങ്ങനെ കുറ്റം ചാർത്തും? എന്റെ അച്ഛൻ രാധിക കോടതിയിൽ പോയില്ലായിരുന്നെങ്കിലോ ഇപ്പൊ പ്രിയങ്കയുടെ സ്ഥാനം എവിടെയായിരിക്കും? കൂടപ്പറപ്പുകൾ പോവില്ലേടാ. അതും അങ്ങനെ ഒരു കുടുംബത്തിൽ പിറന്ന രണ്ട് പെൺകുട്ടികൾ തമ്മിൽ അത്രയും സ്നേഹം ഉണ്ടാവുമ്പോ. അമ്മയെ സ്നേഹിച്ചോട്ടെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ പ്രിയങ്ക ഇനി കണിമംഗലത്ത് വേണ്ട. അവള് വരികയാണെങ്കിൽ വരട്ടെ, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. ഇക്കാര്യത്തിൽ ഞാൻ വരുണ്ടോ ഒപ്പം മുത്തശ്ശി? ഒരു കൊലപാതകത്തിന് ശ്രമം നടത്തിയ ഒരു പെണ്ണിന്റെ കൂടെ എന്ത് ധൈര്യത്തിലേക്കും ജീവിക്കാൻ? കൂടെ ഉറങ്ങുന്ന പെണ്ണിന് വിശ്വസതയില്ലെങ്കിൽ എന്താ അനുഭവം എന്ന് നേരിട്ടറിഞ്ഞവനാ ഞാൻ. സൂര്യ, എന്നെ കൊള്ളിച്ചോണ്ട് ഓരോന്ന് പറയരുത്. പ്രിയങ്ക തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം പറ. മതി, നേരിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ ദേവനാരായണൻ തിരുമേനി വരും, അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് വിളിപ്പിക്കും. പറയാനുള്ളതൊക്കെ അപ്പ പറഞ്ഞാ മതി. പ്രിയങ്ക ചെയ്ത തെറ്റോ ശരിയോ അതും പറഞ്ഞ് തർക്കിച്ച് ഇവിടെ ഇനി ബാക്കിയുള്ളവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ പലപ്പോഴും പ്രിയങ്ക ആയിട്ട് നിർത്തുമ്പോ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ട്, അവളെ സ്നേഹിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇനി അത്തരം വിട്ടുവീഴ്ചകളൊന്നും എന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഞാൻ അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു. അമ്മ അവനെ ഒന്ന് പോയി പറഞ്ഞ് മനസ്സിലാക്ക്. വേണ്ടെന്ന് ഒറ്റവാക്കി പറയാൻ എളുപ്പമാ. അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അവൻ ആലോചിക്കാതെ പറയുന്നത്. അച്ഛാ, ഇത് അവസരം കിട്ടിയപ്പോ മുതലെടുക്കാണെന്ന് കരുതരുത്. പണ്ട് ഇവിടുന്ന് പെണ്ണെ കാണാൻ അവിടെ ചെന്ന് കാല് കുത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഈ ബന്ധം വരുണിന് ചേരില്ല, നമുക്ക് തിരിച്ചു പോവാന്ന്. അന്ന് പിന്നെ പെൺകുട്ടിയുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാനായിരുന്നു ഇവിടെ എല്ലാവർക്കും താല്പര്യം. ഒരർത്ഥത്തില് അതിനുള്ള കൂലിയാ ഇപ്പൊ കിട്ടുന്നത്. ഇങ്ങനൊരു ഗുണമുണ്ട്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനല്ലേ പറയേണ്ടത്? ചേച്ചി പറഞ്ഞു ഭഗവാൻ കേൾക്കുമല്ലോ. എത്ര കടുത്ത ശിക്ഷ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ നിന്റെ കണ്ണിനൊഴുകുന്ന ഈ കണ്ണുനീര് ശുദ്ധമാണോ? നീ പറയുന്ന വാക്കുകളൊക്കെ നിന്റെ മനസ്സിൽ തട്ടിയാണോ? അതെ ചേച്ചി, ഞാനിനി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും ചേച്ചിയെ വേദനിപ്പിക്കില്ല. അങ്ങനെ ചെയ്ത ഞാൻ മനുഷ്യനായി പിറന്നതിന് ഒരർത്ഥമില്ലാതായി പോവും. പോട്ടെ, ചിലപ്പോ ഈ വലിയൊരു തിരിച്ചറിവിന് വേണ്ടി ഭഗവാൻ നടത്തിയ ഒരു പരീക്ഷണമായിരിക്കും ഇത്. നീ പേടിക്കണ്ട, നിനക്കൊന്നും നഷ്ടപ്പെടുന്നു വിചാരിക്കാൻ വേണ്ട. ചേച്ചി എന്തൊക്കെ ഉള്ളിൽ ഒതുക്കിയാൽ നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നറിയോ? അതിന്റെ വില നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലായി ചേച്ചി. ഇത്രയും നേരം ഞാൻ മുറിയിലിരുന്ന് ആലോചിച്ചത് കുഞ്ഞുനാൾ മുതൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതമായിരുന്നു. ചേച്ചിയോട് ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ചേച്ചി എന്നോട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടു. എന്റെ അച്ഛനും അമ്മയ്ക്കും പേർന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെരുവിൽ പോയി കിടന്നോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ആ ഓരോ വാക്കും എന്നെ തിരിഞ്ഞു കുത്തുക. എന്റെ മനസ്സിൽ മുള്ളു പോലെ കുത്തുക ഇപ്പൊ.
എന്താ അച്ഛാ? ഏയ് ഒന്നുമില്ല മോളെ. പാവം ഇന്നലെ പൂജാമുറിയിൽ വന്ന് ഒരുപാട് കരഞ്ഞു. അത് സാധാരണ അവള് കാണിക്കാറുള്ളത് പോലെ കള്ളക്കണ്ണീരൊന്നുമല്ല. ഭഗവാന്റെ മുന്നിൽ വെച്ച് അവൾ എന്റെ കാൽക്കല് വീണു. കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. എന്നോട് ചെയ്ത തെറ്റുകളും അതിന്റെ മാപ്പും. അവിടുന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഒന്ന് ഉറങ്ങണ്ടേ? പിന്നെ ഞാൻ ചേർത്ത് പിടിച്ച് ഉറക്കിയതാ. അവൾ ഇന്നലെ ഭഗവാന്റെ മുന്നിൽ വെച്ച് എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവൾക്ക് ഒരവസരം കൂടി കൊടുക്കണം അച്ഛാ. അച്ഛാ